ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കൊഞ്ചാണ്. അപ്പോൾ വലിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളതിനെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു പാനൊക്കെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഒരു ക്യൂബ് സൈസിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഡിഷിൻ്റെ അകത്തെ മെയിൻ ആളെന്ന് പറയുന്നത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 50 ഗ്രാം വെളുത്തുള്ളി കൊത്തിയെരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വാടി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഓവറായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കൊടുക്കാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലും മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാന് ഒത്തിരി അങ്ങ് ചൂടാവേണ്ട കാര്യമില്ല കേട്ടോ. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്കതിനെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ കൊഞ്ചായതുകൊണ്ട് തന്നെ ഞാനതിനെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇനി ആ കൊഞ്ചിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മളതിനെ മൂടി വെച്ചിട്ട് വേവിക്കുന്നില്ല. പിന്നെ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രൈ ആയിട്ട് ഒരുപാട് അങ്ങ് അടിയിൽ പിടിക്കണ പോലെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബട്ടർ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടാതെ ഇത്തിരി ഫാറ്റും കൂടിയാണ് കേട്ടോ. പിന്നെ വല്ലപ്പോഴും ആയതുകൊണ്ട് സാരമില്ല. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൊഞ്ചിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മുടെ കൊഞ്ചിലേക്ക് ഇട്ട് കൊടുക്കാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ തുറന്നു വെച്ചിട്ടാണല്ലോ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. വെറും 10 മിനിറ്റ് നേരത്തെ ആവശ്യമുള്ളൂ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസിയാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതും ചൂടോടുകൂടി കഴിക്കുമ്പോൾ എന്നാ രുചിയാണെന്നറിയാമോ? പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. കൂടെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണേ. അങ്ങനെ ദാ നമ്മുടെ കൊഞ്ചൊക്കെ വീണ്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ദാ ഇതുപോലെ ഒന്നുകൂടെ സെറ്റാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി വലിയ താമസമൊന്നുമില്ല. നമുക്കുണ്ടല്ലോ ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് ആവശ്യത്തിനുള്ള കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുരുമുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ മിച്ചം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു എരിവും ഉണ്ടാവും, എന്നാൽ ഓവറായിട്ട് എരിവോട്ട് വരുന്നില്ല. കാരണം നമ്മൾ വേറൊന്നും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് മധുരിക്കുമല്ലോ, അതാണല്ലോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ നമുക്കൊരു സ്വല്പം നേരം കൂടെ ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അന്നേരത്തേക്കും ഇതാ നമ്മളിവിടെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ദാ നമ്മുടെ കൊഞ്ചിവിടെ സെറ്റായിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. ദാ നോക്കിയേ, അടിപൊളിയല്ലേ കാണാനേ. കണ്ടിട്ട് വായിൽ കൊത്തി ഊർന്നില്ലേ, വെള്ളം വരുന്നില്ലേ, എന്നാ രുചിയാണെന്നറിയാം. ഒരിക്കലെങ്കിലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കൊഞ്ച് എന്തെങ്കിലും വാങ്ങിയെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാക്കിയാലും നല്ല സെറ്റായിരിക്കും. കാരണം പിടിച്ച് പറിച്ചുകൊണ്ട് പോകും എല്ലാവരും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ദാ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ഒക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.